എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നിവിടെ ഇനാഗുറേഷൻ നടക്കുന്നുണ്ട്. അനാൻഷ ആൻഡ് ടോവിനോ തോമസ് വരുന്നുണ്ട്. ആ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ 3000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളോട്ടേക്ക് കയറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കത് വലിയൊരു വിഷമമുണ്ട്. അത് ഞാൻ എൻ്റെ വ്ളോഗിൽ പറയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പുറത്തുനിന്നാണ് നമ്മൾ വ്ളോഗ് എടുക്കാൻ പോണത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്, ഇന്നെ മാത്രം കയറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വിഷമങ്ങൾ പറയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്റേതായ അനസ് വ്ളോഗ് 21ൻ്റെ വ്ളോഗാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കും. അനാൻഷ, ടോവിനോ സാറ് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ബെൽ ബട്ടണും ലൈക്കും എല്ലാവരും അടിക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് വ്ളോഗ് എടുക്കുകയാണ്. ഇവിടെ സ്ട്രീമിംഗ് ആയിരിക്കും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ഉള്ള ഒരാളോട് ചോദിച്ച് അയാൾ ഇന്നെ ഉള്ളോട്ടേക്ക് കയറ്റിയില്ല. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. അപ്പോൾ നമ്മൾ MA യൂസഫലി സാറെ മാളാണ്. അപ്പോൾ ഇവിടെ ഇന്ന് എന്തോ ഇനാഗ്രേഷൻ നടക്കുന്നുണ്ട്. സംഭവം എനിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനേ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നിന്നാണ് നമ്മളെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് നമ്മളെ വ്ളോഗ് എടുക്കുന്നത്. അവിടെയാണ് നമ്മളെ മെയിൻ പരിപാടി നടക്കുന്നത്. പക്ഷേ അവിടേക്ക് നമ്മൾ പോകുന്നേ ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റായിട്ടാണ്. ഇവിടെ കുറേ ആൾക്കാർക്ക് ഇൻട്രോസൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ ഒരു സീരിയസ് മാറ്ററാണ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മളെ മെയിൻ പരിപാടി നടക്കുന്നത്. അവിടേക്ക് നമ്മളെ കയറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. ഒന്നും മറച്ചു വെക്കുന്നതില്ല. നമുക്കൊരു 3000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റാത്തത്. അപ്പോൾ എല്ലാവരും എനിക്ക് മാക്സിമം ലൈക്ക് തരണം. അപ്പോൾ നമുക്ക് ഇപ്പം 3000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 3 മില്യൺ അടിച്ചിട്ട് അവിടെ വന്നിട്ട് വേറൊരു വ്ളോഗ് എടുത്തിരിക്കും. എൻ്റെ വാശിയാണ്. ഓക്കെ അല്ലേ ഗൈസ്? എല്ലാവരും ഇത് കാണണം. അപ്പോൾ നമ്മൾ ഒരു സബ്സ്ക്രൈബേഴ്സിലല്ല മെയിൻ കിടക്കുന്നത്. നമ്മളെ വീഡിയോ അടിപൊളിയാക്കാൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ MA യൂസഫലി സാറെ മാളിൽ വന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് വന്നിരുന്നത്. പക്ഷേ നമ്മൾ ഉള്ളോട്ടേക്ക് കയറ്റിയില്ല. ബാക്കിയുള്ള എല്ലാവരും ഉള്ളോട്ടേക്ക് കയറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അനസ് വ്ളോഗ് 21 എന്നോട് ചോദിച്ചത് അവിടെ ഉള്ള ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ആളെയും കൂടി അതിൽ കാണിച്ചു തരാം. അയാൾ പറഞ്ഞത് നമ്മൾ കോപ്പിറൈറ്റുള്ള പാട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഗൈസ്, നിങ്ങൾ ഈ കാഴ്ചകൾ കാണണോ? നമ്മളെ ഇതിൻ്റെ ഉള്ളോട്ട് കയറ്റിയില്ല. നമ്മൾ പുറത്തുനിന്നാണ് നമ്മളെ വ്ളോഗ് വരുന്നത്. ഇത്രയും ജനങ്ങൾ യൂട്യൂബൊന്നും ഇല്ലെങ്കിലും പക്ഷേ യൂട്യൂബിലുള്ള കുറേ ആൾക്കാർക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, ഇപ്പോൾ പാട്ടൊക്കെ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് എൻട്രി ചോദിച്ചിരുന്നത്. പക്ഷേ പിന്നെ അതിൻ്റെ ഉള്ളോട്ടേക്ക് കയറ്റിയില്ല. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഉള്ള എല്ലാവരോടും ചോദിച്ചു. പക്ഷേ ഇവിടെ നിൽക്കണ എനിക്കൊന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഒരു വ്ളോഗ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം കഴിഞ്ഞ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ടോവിനോ സാറ് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മളെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ട്. ഗൈസ്, നമ്മളെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. നമ്മളെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. നമ്മള് കുറെ വിഷയം ഉണ്ടാക്കിയതിനു ശേഷം നമ്മളെ ഉള്ളിൽ കയറ്റി. അതാണ് ഇപ്പോൾ കണ്ടത്. ഇവിടെ നമുക്ക് മൈക്കൊന്നും ഇല്ലാത്തതിനോട് നിങ്ങൾ ഞാൻ പറഞ്ഞ കുറച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാരും നമ്മളെ ക്രൗഡ് മൊത്തം നമ്മളെ കൈമേലാണ്. ഇന്ന് ലുലുമാള് മൊത്തം നമ്മൾ ഇങ്ങോട്ട് എടുക്കാൻ പോവാണ്. നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ നമ്മളെ അനസ് വ്ളോഗ് 21 ഒരായി പറഞ്ഞോ? ഓക്കെ, എല്ലാരും ആയി പറഞ്ഞു. ഏത് ഗായ്സ്, ഈ ഒരു ക്രൗഡ് തന്നെ മതി. പൊളി ഓക്കെയാണ് ഗായ്സ്. ഈ ക്രൗഡ് തന്നെ മതി. നമുക്ക് ഈ പരിപാടി ഒന്നുമല്ല. നമുക്ക് ഇവിടെ വേറെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവിടെ മൊത്തം ഇത് മതി. പൊളി എല്ലാവരും സമയമുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ അണിയാൻ പറ്റുന്നതല്ല സ്വർണം. ഗംഭീരമായിട്ടുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. കോഴിക്കോടിന്റെ ടൂറിസം വളരെ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ഇന്നത്തെ എല്ലാ ചടങ്ങുകളിലേക്കും ഉദ്ഘാടനത്തിലേക്കും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഒരു നിറഞ്ഞ കൈയ്യടി നൽകണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മുടെ കോഴിക്കോടിന്റെ സ്നേഹവും സന്തോഷവും എല്ലാം കാണിക്കേണ്ട സമയമാണ്.
ഒരുപാട് നല്ല നിങ്ങളിപ്പോ അതിന്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും, അവിടെ കുറെ ഇൻഫ്ലുവൻസർ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഓപ്ഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങള് വിഷമം കൂടി പറയാണ്. നല്ല വീഡിയോസും തമാശകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് തമാശകളും ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളും എല്ലാം സമ്മാനം. സ്പെഷ്യൽ ഈവനിംഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. അപ്പൊ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏതൊരു ഹോർഡിംഗ് പണ്ട് മുതൽ നമ്മൾ കാണുന്ന സമയത്ത് ഷംനത്തോടെ കൂടെ ഒരു ഫോട്ടോ കൂടെ നമ്മൾ കാണാറുണ്ട്. അത് മിഥുൻ ചേട്ടന്റെ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ അപ്പൊ നമ്മുടെ ടോവി ചേട്ടൻ കൂടിയാണ് നമ്മളോടൊപ്പം ചേരാനുള്ളത്. റിയാസ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇനി നമ്മുടെ സ്വന്തം ടോവിനോ തോമസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരിക്കൽ കൂടെ മിഥുന് ഞങ്ങൾ വലിയ നന്ദി നമ്മൾ കണ്ടിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസും ഇൻസ്റ്റഗ്രാമും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇന്ന് നമ്മൾ 16th ഔട്ട്ലെറ്റ് കോഴിക്കോടിന് വേണ്ടി സമ്മാനികമായിട്ടാണ് 2025 നിങ്ങൾ കടക്കാൻ പോകുന്നത്. യെസ്, അപ്പോൾ ആ 2025 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് once again let's welcome ഹനാൻ ഷാ. ഒരു കൈയടി വേണേ. താങ്ക് യു. ഗൈസ്, ഇതാണ് ഹനാൻ ഷാ. അപ്പോൾ നിങ്ങളിൻ്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും. ഗൈസ്, അങ്ങനെ പാട്ട് കഴിഞ്ഞ്. അപ്പോൾ പിന്നെ അടിപൊളിയായിരുന്നെങ്കിൽ നല്ലൊരു കൈയ്യടി കൊടുക്കണം കേട്ടോ. എനിക്കൊന്നും പറയാൻ കഴിയില്ല ഗൈസ്. ഒരു പാട്ട് ഗൈസ്, ഇവിടെ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒന്നും പറയാൻ കഴിയുന്നില്ല. അതാണ് ചേട്ടനെ കണ്ടിങ്ങനെ ഇരിക്കാൻ പറ്റാണ്ട് എങ്ങനെ പെർഫോം ചെയ്യാണ്ടിരിക്കുന്നു വിചാരിച്ചിരിക്കുകയായിരുന്നു. യെസ്, അപ്പൊ താങ്ക് യു സോ മച്ച്. ആൻഡ് മൂവിംഗ് ഓൺ നമ്മുടെ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എന്തൊരു ബ്യൂട്ടിഫുൾ ഇവന്റിലാണ് നമ്മളുള്ളത് അല്ലേ. എന്തോരം ആളുകളാണ്. അടുത്ത പാട്ട് നമ്മുടെ ഹനാൻ ഷായുടെ കേൾക്കാം. യെസ് ആണെങ്കിൽ ഈ കൈയ്യടി പോരാ, കിട്ടിലൻ കൈയ്യടി വേണം. താങ്ക് യു സോ മച്ച്. ആൻഡ് മൂവിംഗ് ഓൺ once again let's welcome ഹനാൻ ഷാ. എവിടെ കൈയ്യടി എവിടെ? താങ്ക് യു സോ ഗൈസ്. ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, പാട്ടൊക്കെ കഴിഞ്ഞ്. ഇനിയിപ്പോൾ അടുത്ത പാട്ട് തുടങ്ങാൻ പോവാണ്. ടോയിനോ സാർ പിന്നെ പാട്ട് തുടങ്ങി. ഗൈസ്, അങ്ങനെ പാട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും പാട്ട് പാടി, എനിക്കൊന്നും പറയാൻ പോലും കഴിയുന്നില്ല. താങ്ക് യു സോ മച്ച്. ഒരു അടിപൊളി പാട്ട് കഴിഞ്ഞു. അതിനുശേഷം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് സോങ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റേജിലേക്ക് നമ്മുടെ എല്ലാ ഗസ്റ്റിനെയും ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഒത്തിരി പേര് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വെരി സ്പെഷ്യൽ ഗസ്റ്റ് ടൂറിസത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുന്ന നമ്മുടെ സ്വന്തം മുഹമ്മദ് റിയാസ് സാറിന് ഹൃദയം നിറഞ്ഞ ഡയമണ്ട്സിന്റെ മുഖം എന്ന് പറയുന്നത് ഈ മുഖം കൂടെ തീർച്ചയായിട്ടും നമുക്കൊന്നും പറയാൻ പോലും പറ്റുന്നില്ല. സ്നേഹത്തോടെയും സന്തോഷത്തോടും നമ്മുടെ കുടുംബം ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം മിഥുൻ ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹനാൻ ഷായുടെ പ്രസൻസും കൂടെ മുൻപോട്ട് ഇൻവൈറ്റ് വെൽക്കം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഈ ഒരു സന്ധ്യ എന്ന് പറയുന്നത് മറക്കാനാവാത്ത ഒരുപാട് നല്ല ഓർമ്മകൾ നൽകിക്കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഉള്ളത്. സോ ഇപ്പൊ എന്റെ ക്യാമറയിൽ കാണുന്ന ബാക്കിൽ മുടി നീട്ടിയ ആളാണ് നമ്മളെ ഈ ഒരു 3000 സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഉച്ചമായ രീതിയിൽ നമ്മളെ പറഞ്ഞിരുന്നു. ഉച്ചമായ രീതിയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ അടുത്ത് ഉച്ചമായ രീതിയിൽ ക്ഷണിക്കുകയാണ്. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. നമ്മളെ മൈക്കില്ലാത്ത പക്ഷേ നമുക്കൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പറഞ്ഞത് കാലിക്കറ്റ് ലുലുവിൽ നമ്മുടെ നക്ഷത്രയുടെ ഗോൾഡ് ഷോപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത UAE എല്ലാവരും താമസിക്കുന്നത് 80% താമസിക്കുന്നതും. Are you ready to welcome the man who gave us അജയ്? നിങ്ങൾ കുട്ടികളുടെ എല്ലാം സ്വന്തം
Pindal Murali. Let's welcome Towino, everyone. And finally, നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ സ്വന്തം ടോവിനോ തോമസ്. കുട്ടികൾ ജനിക്കുന്നത് തന്നെ മന്ത്രിയാവാനും കച്ചവടക്കാരനാവാൻ നിന്റെയൊക്കെ വീട്ടിലോ? Yes, finally, നമ്മളെല്ലാവരും ക്ഷണത്തിനടി, പൂരത്തിനടി, ഉത്സവത്തിനടി, പെരുന്നാളിനടി, ഗാനമേളയ്ക്ക് ഒരു സെക്കൻഡ് നിർത്തല്ലേ. ടൊവിനോ ബാക്കി സംസാരിക്കുന്നതിനൊക്കെ മുമ്പ് കുറച്ചുകൂടി അശാന്തരാവും കേൾക്കട്ടെ. ആരാധകര് ശാന്തരാകരുത്. ഇത് വേണോ? ആർക്കെങ്കിലും വേണോ? എല്ലാവരും കൈവെക്കുന്നുണ്ട്. കണ്ണടച്ചൊരു ഏറിയാന്ന് എത്തുമെന്ന് ആർക്കാണ് കിട്ടാൻ പോണെന്ന് നോക്കാം. അതുകൊണ്ട് അവിടെയാണ് അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്, പൂവിടെ ഉണ്ട്. ഒക്കെ മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ. സന്തോഷം. എപ്പോ വന്നാലും ഒരുപാട് സ്നേഹം കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വരാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനൊരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നക്ഷത്രം പോലെ തിളങ്ങട്ടെ. ഇനിയും തുടർന്നങ്ങോട്ട് കുറേ ഷോറൂമുകൾ തുറക്കാനും പറ്റട്ടെ. എല്ലാം നല്ല ഐശ്വര്യത്തിൽ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം പ്രിയ സുഹൃത്ത് റിയാസ് ലിവറിൻ്റെ കൂടെ ഒരു സ്റ്റേജും കൂടെ, നമ്മൾ പല സ്റ്റേജുകളിൽ ഒരുമിച്ച് നിന്നിട്ടുള്ളതാണ്. അപ്പോൾ വീണ്ടും ഒരു സ്റ്റേജും കൂടെ ക്ഷമിക്കണം, ഞാൻ വരാനായിട്ട് ഒരല്പം കാരണം ഒന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു, രണ്ട് വണ്ടി ഒന്നതിനിടയ്ക്കൊന്ന് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അത് കാരണം കൊണ്ടാണ്. എങ്കിലും വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഈ പറഞ്ഞ പോലെ മിഥുനാണ് എൻ്റെ ഈ പരിപാടിക്ക് കണക്ട് ചെയ്തത്. മിഥുനാണ്. പിന്നെ മിഥുൻ എന്ത് ഒരു പരിപാടി പറയുകയാണെങ്കിൽ അതിൽ ഒരു സിനിമ വരുന്നുണ്ട്, ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ. ഇനിയൊരു 4 ദിവസം കൂടെ ഉള്ള സിനിമ റിലീസാവുന്നതിന് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഡയലോഗ് എന്തായാലും സ്റ്റേജിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് സ്റ്റേജിൽ തന്നെ പറയാൻ പറ്റും. ഏതാ? മുണ്ടെടുക്കാൻ അറിയാത്ത അത് പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞതായത് കാരണം കൊണ്ട് എനിക്കിനി സ്റ്റേജിൽ നിന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇവിടെ രാഷ്ട്രീയക്കാരൊരാളെ ദൈവമേ, അതും ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. മുണ്ടെടുക്കാൻ അറിയാതെ, മലയാളത്തിൽ സംസാരിക്കാൻ അറിയാതെ PK രാംദാസിന്റെ മകൻ ജതിൻ രാംദാസ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല 2 തെറി പറയാം. ഞാൻ ടൊവിനോടൊപ്പം ഒരുപാട് സ്റ്റേജുകൾ ഇടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അവിടെയൊക്കെ ഇതേപോലുള്ള ആരാധകർ ഒരുപാട് തവണ ടൊവിനോയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹം നിറഞ്ഞ ഒരുപാട് പിക്ചേഴ്സ്, പ്രതിമകള് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് കണ്ടിട്ടുണ്ട്. കൊണ്ടാണ് അവൻ വരച്ചിരിക്കുന്നത്. അവന് മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട താരത്തിന്റെ പിക്ചറാണ് അവൻ വരച്ചിരിക്കുന്നത്. അവന് സ്വന്തം മിന്നൽ മുരളിയാണ് വരച്ചിരിക്കുന്നത്. All Towino fans, make some noise. ഇപ്പോഴും നിങ്ങൾ ക്യാമറ കാണുന്നുണ്ടാവും. അവിടേക്ക് നമുക്ക് പോകാൻ പറ്റുന്നില്ല. അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. സംഭവം ഞാൻ വീഡിയോ എടുക്കുന്ന ഏറ്റവും ബാക്കെന്നാണ്. നിങ്ങൾ ഇതിന്റെ വിഷമം മനസ്സിലാക്കും. ഞാനിതാ ഇവിടെ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാവരും അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. നമുക്കൊന്നും അങ്ങോട്ട് ഒരു ഓപ്ഷനേ തന്നിട്ടില്ല. ഞാനിവിടെ ഇൻഫ്ലുവൻസർ ആയാൽ ഞാൻ സ്റ്റേജിൽ ഈ വിഷമം ഞാൻ പറയും. എവിടെ ഈ സൈഡിലോ ഇങ്ങോട്ട് വരൂ. കാരണം ഈ അറ്റത്ത് ഈ ഒരു ഇവന്റിനെ നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഫിസ ഇവന്റ്സ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഈ ഒരു മൊമെന്റിൽ ഞങ്ങളുടെ സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുന്നത് അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കാത്തിരുന്ന ഉദ്ഘാടനത്തിന് ശേഷം ബാക്ക് ടു സ്റ്റേജിലേക്ക് നമ്മളോടൊപ്പം ടോവിനോ തോമസ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുറച്ച് നല്ല പാട്ടുകളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മൾ സ്റ്റേജ് കഴിഞ്ഞു. ഇനി അനാൻസ സാർ ഇനോഗ്രേഷൻ വിടാൻ നമ്മുടെ ഗസ്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് അനാൻസ
വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെ ഞാൻ ഈ സ്റ്റേജിൽ വന്നിട്ട് ഓരോ ദിവസം മൊത്തം ഇത്രയും ക്രൗഡിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് എനിക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ ഇനി കോപ്പിറൈറ്റ് ഉണ്ടാവും. മ്യൂസിക് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഗൈസ് അപ്പോൾ ഇന്നെ ഇറക്കി വിടുന്നത് കണ്ടില്ലേ ഗൈസ്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് കഴിച്ചിലായാലും ഇല്ലേ, ഞാൻ ഇതേമാതിരി ഒരു സ്ഥലത്ത് സ്റ്റേജിൽ വന്ന് ഞാൻ ഇനോഗ്രേഷൻ നടത്തുമ്പോൾ ഗൈസ് എൻ്റെ ഫസ്റ്റ് ഡയലോഗ്, എൻ്റെ ഫസ്റ്റ് സെൻറ്റൻസ് മൊത്തമായിരിക്കും. ഇങ്ങനെയൊന്നും ഒരാളോട് ചെയ്യരുത്. നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടല്ല ഇവിടെ ഈ യൂട്യൂബ് വരുന്നത്. നമ്മളെ പെരുമാറ്റം, നമ്മളെ വീഡിയോ, നമ്മളെ എല്ലാം ഇതാണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ എല്ലാ വിഷമങ്ങളും ഞങ്ങളോട് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഡെയിലി 5 മണിക്ക് ഇടുന്ന വീഡിയോസ് ഈ കാരണത്താലാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ ആ ഒരു പെരുമാറ്റം പോലും നമുക്ക് ചെയ്തെന്നില്ല. അത് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ല നിങ്ങൾക്ക്? അതന്നെ ഓക്കെ ഓക്കെ ഹാപ്പി. ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഏകദേശവും പരിപാടിയൊക്കെ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഇപ്പോൾ പിരിഞ്ഞു പോവും. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമോ. നമ്മളെങ്ങനെയൊന്നും പറഞ്ഞു വിടാനേ പറ്റൂല. നമ്മളും ചെറിയൊരു വ്ളോഗറാണ്. ഗൈസ് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണുള്ളത്. അതെ ഇല്ലല്ലേ? ഓക്കെ അപ്പോൾ ഞാനത് വീട്ടിലെത്തിയപ്പം തന്നെ കയറ്റും. ഇനി എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ഫാൻസുകളാണ് ഉള്ളത്. അത് അവിടെ ഫാൻസ്, ഇവിടെ ഫാൻസ്, അവിടെ ഫാൻസ്. നമുക്ക് ഇനി വേണമെങ്കിൽ 3000 ഫാൻസ് മാറി 3 മില്യൺ ആവാൻ അധികം സമയമൊന്നും വേണ്ട ഗൈസ്, അല്ലേ? ആ ഓ അതെ ഓക്കെ അതെ ആണോ? ഓക്കെ കണ്ടോ ഗൈസ്? ഇവിടെ കണ്ടില്ലേ ഞാൻ? ഓക്കെ ഗൈസ്, ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഓക്കെ. ഇവിടെ മൊത്തം ഫാൻസാണ് നമുക്ക്. അതുവരെ ഇവർക്ക് അറിയില്ല നമ്മളെ വില എന്താണെന്നുള്ള ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ വ്ളോഗ് കയറുമ്പോൾ ഇവർക്ക് മനസ്സിലാവും. ഗൈസ്, ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പോകാൻ പോവാണ്. അപ്പോൾ എത്ര തന്നെ എൻ്റെ വീഡിയോസ് ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോസ് കാണാം. ഓക്കെ, എല്ലാവർക്കും എൻ്റെ വക ഹായ്.